ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിൻസ് ഫുഡ് കോർട്ട്. ഇന്ന് നമ്മൾ അധികം മസാലക്കൂട്ടുകൾ ഒന്നുമില്ലാതെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന അഫ്ഗാനി ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിത് ചപ്പാത്തിയുടെയും പൊറാട്ടയുടെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അഫ്ഗാനി ചിക്കൻ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഇതിനു വേണ്ടി 250 ഗ്രാം കാഷ്യൂനട്ട് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം 4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വന്നതുകൊണ്ട് ഇതൊന്ന് ലൂസാകുന്നതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ 5 പീസസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. 2 ലെഗ് പീസും 3 മീഡിയം സൈസ് പീസുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നാരങ്ങയുടെ നീര് കുരു ഒഴിവാക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീം ഏത് കമ്പനിയുടേതായാലും കുഴപ്പമില്ല. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. അമുലിൻ്റെ ഫ്രഷ് ക്രീമാണ് കൂടുതൽ നല്ലത്. 250 മില്ലിയോളം ഞാൻ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കൈ വെച്ച് നമുക്ക് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലകളും ക്രീമും ഒക്കെ ചിക്കനിൽ നന്നായി പിടിക്കത്തക്ക വിധം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ ചിക്കൻ പീസസിലും കത്തി വെച്ച് നീളത്തിൽ വരഞ്ഞതിന് ശേഷമേ ഈ പറഞ്ഞ മസാലകളൊക്കെ ഇടാവൂ. ചിക്കൻ മിക്സ് ചെയ്ത് നന്നായി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച കാഷ്യൂനട്ടിൻ്റെ അരപ്പ് ചിക്കന് മുകളിലൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ നട്ട്സിൻ്റെ അരപ്പ് തന്നെയാണ് ഈ ചിക്കന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഇത് സ്പൂൺ വെച്ച് നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചെടുക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലിയില കൂടി അരച്ച് ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ഈ ചിക്കന് കിട്ടുന്നതാണ്. ഇനി ഇത് 15 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് ചിക്കനിൽ എല്ലാ ഫ്ലേവറും നന്നായി പിടിച്ച് കിട്ടും. ചാർക്കോളിന് പകരം ചിരട്ടയാണ് ഞാൻ സ്മോക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ചിരട്ടയിൽ കുറച്ച് ഓയിൽ വെച്ച് ഒന്ന് കത്തിച്ചതിന് ശേഷം പുക വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കന് മുകളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് മൂടി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കനിന് നല്ലൊരു സ്മോക്ക് വരികയും ചിക്കന് നല്ലൊരു മണം കിട്ടുകയും ചെയ്യും. 2 മിനിറ്റിന് ശേഷം നമ്മൾ ഒരു ഫ്രൈ പാൻ എടുത്ത് അതിൽ ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പോൾ ഓരോ ചിക്കൻ പീസസായി ഇട്ട് കൊടുക്കണം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് ആക്കേണ്ടത്. ചിക്കൻ്റെ ഒരു വശം വെന്ത് ലൈറ്റ് ഗോൾഡൻ കളർ വരുമ്പോൾ ചിക്കൻ മറിച്ചിട്ട് നമുക്ക് വേവിച്ച് കൊടുക്കാം. ഫ്രൈ അവസ്ഥയിൽ തന്നെ ചിക്കൻ നല്ലവണ്ണം വെന്ത് കിട്ടണം. പിന്നീട് നമ്മൾ കൂടുതലായി വേവിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അഫ്ഗാനി ചിക്കൻ ഫ്രൈ വേണ്ടവർക്ക് ഇങ്ങനെയും കഴിക്കാവുന്നതാണ്. നമ്മൾ കാഷ്യൂനട്ടിൻ്റെ മിക്സ് ഗ്രേവിയോട് കൂടി തയ്യാറാക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഗ്രേവി ടൈപ്പിൽ തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്യാനുണ്ട്. ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനിൽ നേരത്തെ ബാക്കി വന്ന കാഷ്യൂ മിക്സ് നമുക്ക് ഒഴിച്ച് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനിൽ എല്ലായിടത്തും ഇത് നന്നായി പിടിച്ചിരിക്കണം. സിമ്മിൽ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. 2 ടേബിൾ സ്പൂൺ തൈര് മിക്സിയുടെ ചെറിയ ജാറിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചിക്കനിലോട്ട് നമുക്കൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. തൈര് ഒഴിച്ച് അധികം ചൂടാക്കരുത്. തൈര് ഒഴിക്കുമ്പോൾ തന്നെ ഗ്രേവി നല്ല കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഗ്രേവി ചിക്കൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. കസ്തൂരിമേത്തി കയ്യിലുള്ളവർക്ക് കുറച്ചൊന്ന് പൊടിച്ചതിന് ശേഷം ഈ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നതാണ്. എൻ്റെ കയ്യിൽ കസ്തൂരിമേത്തി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. നമ്മുടെ അഫ്ഗാനി ചിക്കൻ ഈസിയായി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി ചിക്കൻ ഗ്രേവി കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു റെസിപ്പി കൂടി തന്നെയാണ്. ഈ ഗ്രേവിക്ക് നട്ട്സിൻ്റെയും ലൈറ്റ് മസാലകളുടെയും ഒരു ടേസ്റ്റ് ഉള്ളതിനാൽ എല്ലാവരും തന്നെ ഇത് ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി അടുത്ത ഒരു നല്ല വീഡിയോയുമായി കാണുന്നതുവരെ സൈനിങ് ഓഫ് ഷിൻസ് ഫുഡ് കോർട്ട്.